ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुखदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्ण पादान् सगणललिता शिविशाखान्वितं ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ഓ നമ്മൾ വായിക്കുന്നത് മുകുന്ദമാല കുലശേഖർ ആൾവാറിന്റെ ശ്ലോകം 6 മുതൽ. ദിവി വാ ഭുവി വാ മമസ്തു വാസു. ഞാനിത് വായിക്കുന്ന അറിയത്. ദിവി വാ ഭുവി വാ മമസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദോ ചരണൗ തേ മരണേപി ചിന്തയാമി. ദിവി വാ ഭുവി വാ മമസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേപി ചിന്തയാമി. മേധമാതാജി വായിക്കും. ദിവി വാ ഭുവി വാ മമാസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദോ ചരണൗ തേ മരണേപി ചിന്തയാമി. അനിഷ മാതാജി. ദിവി വാ ഭുവി വാ മമാസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവതീരത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേപി ചിന്തയാമി. ശരണ്യ മാതാജി. ഹരേ കൃഷ്ണ. ദിവി വാ ഭുവി വാ മമാസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേ അഭിചിന്തയാമി. വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. മമാസ്തു വാസോ നരകേ വാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേപി ചിന്തയാമി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ട്രാൻസ്ലേഷൻ മലയാളത്തിലുണ്ടെങ്കിൽ ഒന്ന് വായിക്കും. എന്താ ട്രാൻസ്ലേഷൻ? ഹരേ കൃഷ്ണ. ഹേ നരകാസുരാന്തകനായ ഭഗവാനെ, ഞാൻ ദേവന്മാരുടെ ലോകത്തിലോ മനുഷ്യരുടെ ലോകത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ അങ്ങയുടെ ഹിതം പോലെ എവിടെ വേണമെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ. ഞാൻ ഒന്നു മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ശരത്കാലത്തെ താമരപ്പൂക്കളെ വെല്ലുവിളിക്കുന്ന മനോഹാരിതയോടു കൂടിയ അങ്ങയുടെ പാദാരവിന്ദ ദ്വയങ്ങളെ എനിക്ക് മരണവേളയിൽ സ്മരിക്കാൻ സാധിക്കണമേ. O Lord, killer of the demon Naraka, let me reside either in the realm of the demigods, in the world of human beings, or in hell, as you please. I pray only that at the point of death I may remember your two lotus feet
whose beauty defies that of the lotus growing in the Sarath season. ഭഗവാൻ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുകയാണ്. എനിക്ക് സ്വർഗലോകത്തിൽ താമസിച്ചാലും കുഴപ്പമില്ല, മർത്യലോകത്തിലായാലും കുഴപ്പമില്ല, നരകത്തിലായാലും കുഴപ്പമില്ല. എന്താണോ ഭഗവാൻ തീരുമാനിക്കുന്നത് അതിന് ഞാൻ തയ്യാറാണ്. എവിടെ കൊണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ എന്താണ് ഒരു ഗ്യാരണ്ടി അദ്ദേഹം ചോദിക്കുന്നത്? ഐ പ്രേ ഓൺലി ദാറ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഡെത്ത് ഐ മേ റിമെമ്പർ യുവർ ടു ലോട്ടസ് ഫീറ്റ്. ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങയുടെ പാതാരബിന്ദത്തിനെ ഓർക്കണം എന്നുള്ള ഒരേ ഒരു ഗ്യാരണ്ടിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. എവിടേക്ക് എൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയും കുഴപ്പമില്ല, നരകത്തിലായാലും ശരി, സ്വർഗത്തിലായാലും ശരി, മർത്യലോകത്തിലായാലും ശരി, എവിടെയും കുഴപ്പമില്ല. പക്ഷെ എന്നെ എൻ്റെ ദേഹം വെടിയുന്ന സമയത്ത് ഞാൻ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ഓർക്കാനുള്ള ആ അവസരം, ആ ഭാഗ്യം എനിക്ക് കിട്ടട്ടെ എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? ഹൂസ് ബ്യൂട്ടി ഡിഫൈസ് ദാറ്റ് ഓഫ് ദ ലോട്ടസ് ഗ്രോയിങ് ഇൻ ദ ശരത്. ശരത് കാലത്ത് എന്താ പറയാ, വിടരുന്ന ആ ലോട്ടസ്, ആ താമരപ്പൂവ് ഭയങ്കര ഭംഗിയുള്ളതാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അതിനെക്കാട്ടിലും ഭഗവാന്റെ ബ്യൂട്ടിയെ കമ്പയർ ചെയ്യാണ്. വേറെ ഒന്നിനെ കൊണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. താമര, അതായത് ലോട്ടസ്, അത്രയും നമ്മുടെ ഭൗതിക തലത്തിലുള്ള അത്രയും സൗന്ദര്യമുള്ള ഭംഗിയുള്ള ഒരു പുഷ്പമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ എല്ലാ അംഗങ്ങളെയും താമരയോട് ഉപമിക്കുന്നത് അല്ലേ? നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജ നേത്രായ നമ പങ്കജാഗ്രഹേ, നമസ്തേ പങ്കജാഗ്രഹേ. അപ്പൊ എല്ലാ അംഗങ്ങളെയും ഭഗവാന്റെ ഈ താമരപ്പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും ബ്യൂട്ടി, അത്രയും അതിന്റെ സോഫ്റ്റ്നെസ്, ടെക്സ്ചർ, കളറ്, ഫ്രാഗ്രൻസ്, ഇതെല്ലാം വളരെ വളരെ ആകർഷണം തരുന്നതാണ്, അട്രാക്റ്റീവാണ്. വേറൊന്നിനും ഉപമിക്കാനില്ലാത്തത് കൊണ്ടാണ്. ഭഗവാൻ അതേപോലെ അല്ല, അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഭഗവാന്റെ സൗന്ദര്യം. പക്ഷെ വേറൊന്നും താരതമ്യപ്പെടുത്താനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ എന്താണ്? ഐ പ്രേ ഓൺലി ദാറ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഡെത്ത് ഐ മേ റിമെമ്പർ യുവർ ടു ലോട്ടസ് ഫീറ്റ്. ഈവൻ ഭഗവത്ഗീതയിലും അതാണ് പറയുന്നത്. അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത്വ കലയോരം യത് പ്രയാത്തസി മദ്ഭാവം യാതി നാസ്യത്തിൽ സംശയം. അതായത് നമ്മൾ ദേഹം വെടിയുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ശരിക്കുള്ള ഗതി കിട്ടും. പരംധാമത്തിലേക്ക് പോകാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. പരംധാമത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് എപ്പോഴും ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ സേവിച്ച് ആനന്ദത്തോടുകൂടി ജീവിക്കാൻ പറ്റും. ചുരുക്കത്തിൽ അതാണ് ഉദ്ദേശം. ഭഗവാനെ സ്മരിക്കണം, ഭഗവാനെ സേവിക്കണം, അങ്ങനെ ആനന്ദത്തിൽ ജീവിക്കാം. ആ പരംധാമ, ഇവിടെ ഭൗതിക ലോകത്തിലെ എല്ലാം ദ്വന്ദ്ങ്ങളാണ് അല്ലെ, ഡ്യുവാലിറ്റിയാണ്. സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ജയം ഉണ്ടെങ്കിൽ പരാജയമുണ്ട്, നല്ലതാണെങ്കിൽ ചീത്തയുണ്ട് അല്ലെ. അങ്ങനെ എല്ലാം ദ്വന്ദ്മാണ്. ഇവിടെ ജീവിക്കുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഇവിടെ ഒരു പൂർണ്ണ ഭക്തനായിട്ട് ജീവിച്ചാൽ കുഴപ്പമില്ല. 3 ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഭൗതിക ലോകോ അങ്ങനെ നരകോ സ്വർഗലോകോ എന്ന് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ നമ്മള് ആ തലത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് പ്രശ്നം. അപ്പോൾ ഇവിടെ കുലശേഖർ ആൾവാർ പ്രാർത്ഥിക്കുന്നതാണ്, എവിടെയാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ കുലശേഖർ ആൾവാർ നമ്മളെ പോലുള്ളൊരു ഭക്തനല്ല, 3 ഗുണങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ഒരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹത്തിന് എവിടെയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഉള്ള ധൈര്യം വരില്ല. കാരണം നമ്മൾ ആ തരത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് അങ്ങനെ ചിന്തിക്കാനും കൂടി പറ്റില്ല. ശുദ്ധഭക്തന്മാർക്കേ പറ്റുള്ളൂ. അതല്ല കുന്തി മഹാറാണി പറയുന്നത്, വീണ്ടും വീണ്ടും ക്ലേശങ്ങൾ വന്നോട്ടെ. ക്ലേശങ്ങളോട് ഇഷ്ടം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് കുന്തി മഹാറാണി ക്ലേശങ്ങൾ വീണ്ടും വീണ്ടും വന്നോട്ടെ പറയുന്നത്? ക്ലേശങ്ങൾ വരുമ്പോൾ ഭഗവാനെ കൂടുതൽ സ്മരിക്കാനുള്ള ഒരു അവസരം, അതായത് അങ്ങനത്തെ ഒരു ചിന്ത വരും അല്ലെ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരെ സ്മരിക്കുക. അപ്പോൾ ക്ലേശങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ക്ലേശങ്ങൾ വന്നാൽ എപ്പോഴും ഭഗവാനെ സ്മരിക്കും. അപ്പൊ ആ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഈ ക്ലേശങ്ങളെല്ലാം തുച്ഛമാവും. അതാണ് കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ആ തലത്തിലുള്ള ഒരു ഭക്തനാണ് കുലശേഖർ ആൾവാർ. കുന്തി മഹാറാണി നല്ലൊരു ഭക്തയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനോട് അങ്ങനെ എനിക്ക് വീണ്ടും ക്ലേശങ്ങൾ വരട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് കുന്തി സ്ഥിതി.
അതാണ് അപ്പൊ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. കാരണം വെച്ചാൽ നമുക്ക് ആ തലത്തിൽ എത്തിയിട്ടില്ല. നമ്മൾ മൂന്ന് ഗുണങ്ങളിൽ അതീതമായി നിൽക്കുന്നില്ല. നമുക്ക് നല്ലൊരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. അല്ലെ, നമ്മള് കണ്ടീഷൻ മുഖ്യമാണ്. നമുക്ക് നല്ല ഹെൽത്ത് വേണം, നല്ല സൗകര്യമുള്ള വീട് വേണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഞാൻ ഭഗവാന്റെ നാമം ചെല്ലാം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അല്ലെങ്കിൽ ഇന്ന് തലവേദനയാണ്, ഇന്ന് കുഴപ്പമില്ല, ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്ന് തലവേദനയാണ്. ഓക്കെ, നാളെ കല്യാണത്തിന് പോകണം, പിന്നെ കാതുകുത്തിന് പോകണം, അതുകൊണ്ട് ഇന്ന് ചാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളത്രേ ഉള്ളൂ, അതിലും മീതില്ല. ഇവിടെ കുന്തിമാരാണിയും കുലശേഖരാവാർക്ക് അവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നരകത്തിൽ കൊണ്ടായിട്ടുള്ളൂ, കുഴപ്പമില്ല. എത്ര ക്ലേശങ്ങൾ വന്ന് തന്നോളൂ, കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഭഗവാനെ സ്മരിക്കുമ്പോൾ, ഭഗവാന്റെ ദർശനം കിട്ടുമ്പോൾ ഈ ക്ലേശങ്ങളും ഈ നരകയാതനയെല്ലാം വളരെ വളരെ തുച്ഛമാണ്. ഇതിന്റെ ഭഗവാന്റെ ദർശനത്തിന് മുമ്പിൽ ഒന്നുമില്ല. അത് നമുക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ പ്യൂരിഫൈങ് ആണ്, നമുക്ക് ആനന്ദം പകരുന്നതാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ക്ലേശങ്ങളെല്ലാം വളരെ തുച്ഛമായിട്ട് ഇവരെല്ലാം കാണുന്നത്. അപ്പൊ നമ്മളും ആ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം, അല്ലെ? പക്ഷെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കാനുള്ളതായിരിക്കണം. ഇവിടെ കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്ന ക്ലേശങ്ങൾ വരാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിനോടുള്ള ഒരു ക്ലേശം വന്നാൽ ഭയങ്കര സന്തോഷം ആരെങ്കിലും പറയുമോ? ഇല്ല. പക്ഷെ അവിടെ ആ ക്ലേശങ്ങൾ വരുമ്പോ കാണിച്ചാൽ പഞ്ചപാണ്ഡവന്മാരും കുന്തി മഹാറാണിക്കും എന്തെല്ലാം ക്ലേശങ്ങൾ വന്നു. അപ്പൊ ഒക്കെ ഭഗവാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ഭഗവാനെ സ്മരിച്ചു, ഭഗവാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ ക്ലേശങ്ങളെല്ലാം ഒന്നുമില്ലാതാക്കി കൊടുത്തു ഭഗവാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമ്മൾ പറയോ എന്നെ നരകത്തിൽ കൊണ്ടുപോയിട്ടുള്ളൂ? ഇപ്പൊ ഈ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മളും ആ തലത്തിലേക്ക് എത്തുമ്പോ നമുക്കും നരകവും സ്വർഗവും ഭൂമിയും എല്ലാം ഒരേപോലെ ഇരിക്കും. കാരണം ഭഗവാന്റെ സേവനം അത്രയും സന്തോഷം പകരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. So as stated before, a pure devotee of the Lord has nothing to do with mundane religiosity, economic development, sense gratification and salvation. നേരത്തെ പലതവണ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു ശുദ്ധഭക്തൻ ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിന് യാതൊരു രുചിയും യാതൊരു ഇൻട്രസ്റ്റും കാണിക്കില്ല. കാരണം വെച്ചാൽ അതല്ല അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. അല്ലാണ്ട് ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഈവൻ മുക്തി എന്ന് പറഞ്ഞാലും സെക്കൻഡറി ആണ്. നമ്മൾ സാധാരണ ഒരാളോട് ചോദിച്ചാൽ എന്താണ് ഈ ഭൗതിക ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, മോക്ഷം കിട്ടിയാൽ മതി, മുക്തി കിട്ടിയാൽ മതി എന്ന് പറയാ സാധാരണ എല്ലാവരും, അല്ലെ? പക്ഷെ അതിൽ ഉപരിയാണ് ഭക്തി എന്ന് അവർക്ക് മനസ്സിലായി, അവർക്ക് അനുഭവപ്പെട്ട് അറിഞ്ഞിട്ടുണ്ട്. ഭക്തിയുടെ ആ ഒരു തലം അത്രയും ആ ഒരു ഉച്ചകോടിയിലുള്ള ആ തലം അവർ മനസ്സിലായതുകൊണ്ടാണ് അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ തലം എവിടെയാണെന്ന്, നമ്മൾ ഏത് ലെവലിലാണ്, അല്ലെ? അപ്പൊ അവർക്ക് ധർമാർത്ഥ കാമ മോക്ഷത്തിലൊന്നും ഇതില്ല. ഭക്തി, മുക്തി, ഭക്തി. അപ്പൊ ഇതിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഭക്തിയാണ്. ഭക്തിക്കാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. Nor is he concerned whether his standard of material existence is the highest or the lowest. അപ്പൊ നമ്മുടെ ഭൗതിക ലോകത്തിലുള്ള ജീവിതം അത് ഉയർന്ന നിലയിലാണോ താഴ്ന്ന നിലയിലാണോ അതൊന്നും ഒരു ഭക്തൻ നോക്കാറില്ല. ഇതൊക്കെ നമ്മളുടെ ഒരു ഭൗതിക തലത്തിൽ നമ്മൾ അത് ഉയർന്ന നില, ഇത് താഴ്ന്ന നില, മാനേജർ നല്ല പോസ്റ്റ്, ഒരു ഓഫീസ് മെസ്സഞ്ചർ താഴ്ന്ന പോസ്റ്റ്, അല്ലേ? ചെറിയ കുടില് അതത്ര ഇതല്ല, ഒരു കൊട്ടാരം നല്ലത്, സ്റ്റാറ്റസിന് നല്ലത്. അപ്പൊ അവിടെ ആ ദ്വന്ദ്ങ്ങൾ ഇവരെ അലട്ടില്ല. കാരണം അവർ ദ്വന്ദ്വത്തിനും മീതെയാണ്. ഭഗവാനോട് അടുത്ത് ജീവിക്കുമ്പോൾ ഇതൊന്നും അവരെ ഒരു വിധത്തിലും ബാധിക്കില്ല എന്നർത്ഥം. നമ്മൾ ആ ഭഗവാനായിട്ട് അത്രയും അടുത്തില്ല. ഗോപികമാർക്കും അതേപോലെയാണ്, അല്ലെ? ഗോപികമാർക്കും യാതൊരു വ്യത്യാസവും ഇല്ല. ഗോപികമാർക്കും ഒറ്റതുള്ളൂ, എങ്ങനെയെങ്കിലും ഭഗവാനെ സേവിക്കണം. അതിന് അവരുടെ ഫാമിലി ടൈസ്, ഒരു സോഷ്യൽ എത്തിക്സിനെ എല്ലാം അവര് ഖണ്ഡിച്ചിട്ടാണ് അവര് അർദ്ധരാത്രിയിൽ ഭഗവാന്റെ ആ മുരളീനാഥം കേട്ടിട്ട് ഭഗവാനെ കാണാൻ വരുന്നത്.
അതിന് ഭർത്താവുണ്ട്, അച്ഛനമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അപ്പൊ സോഷ്യൽ എത്തിക്സിനെ എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇവർ വരുന്നത്. അപ്പോ ആ ഭഗവാനായിട്ടുള്ള ദർശൻ, ഭഗവാന്റെ ദർശൻ, ഭഗവാന്റെ മിലൻ, ഭഗവാന്റെ അസോസിയേഷൻ, അപ്പൊ എത്രത്തോളം ഒരു ഉന്നത തലത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഭക്തിയില് ഉയർന്നു വരണം. അപ്പോഴേ അതിന്റെ ആ ഒരു ബ്ലിസ്, അതിന്റെ ആ ഒരു രുചി, അതിന്റെ രസം നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ നമ്മളെല്ലാം, കാരണം നമ്മുടെ ഹൃദയത്തില് എന്താണ് കാമക്രോധ ലോപമോഹം മതമാശ്ചര്യങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് പറഞ്ഞു തന്നാലും കൂടി മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. നമുക്കിത് തിയററ്റിക്കൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ പ്രാക്ടിക്കലി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളുടെ ബോധം ഇപ്പോഴും ശാരീരിക അവബോധത്തിലാണ്. അതായത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ പറക്കം പായുന്നത് ഓരോ സ്ഥലത്തും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരുടെ ഈ കഥകളും ഈ കാര്യങ്ങളും അവരുടെ ആ തലം എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഒരു പ്രോഗ്രസ് വരും, നമുക്കൊരു ഒരു അഡ്വാൻസ്മെന്റ് വരും. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായിട്ട് കാണണം. അങ്ങനെ പതുക്കെ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ പ്രോഗ്രസ് ടുവേർഡ്സ് ഭക്തി നമ്മൾ വളരണം. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. സോ ടു ഹിം ഹെവൻ ആൻഡ് ഹെൽ ആർ ഓൺ ഈക്വൽ വാല്യൂ. ആർക്ക്? കുലശേഖര ആൾവാർക്ക്. നമുക്കത് ഈക്വൽ വാല്യൂ ആണോ? രണ്ട് ഓപ്ഷൻ, നിങ്ങൾക്ക് നരകത്തിൽ പോവാം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവാം. ഈ രണ്ട് ഓപ്ഷനാണ് ഓപ്പൺ. വൈകുണ്ഠം വിടും, വൈകുണ്ഠത്തിൽ നമുക്ക് ഇപ്പൊ എൻട്രി ഇല്ല ഫോർ എക്സാമ്പിൾ. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ ഏതാ ചൂസ് ചെയ്യാം? തീർച്ചയായിട്ടും സ്വർഗം അല്ലേ. ഇവിടെ കുലശേഖർ ആൾവാർ എന്താ പറയുന്നത്? എന്നെ നരകത്തിൽ കൊണ്ടുപോയിട്ടുള്ളൂ, എനിക്ക് കുഴപ്പമില്ല. ഭൂമിയിൽ നിർത്തിയുള്ളൂ, കുഴപ്പമില്ല. സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ എന്താണ് എനിക്ക് ഒരു ഉറപ്പ് തരേണ്ടത്? അങ്ങയുടെ സേവനം, അങ്ങയുടെ സ്മരണ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അപ്പൊ തൽക്കാലം ആ ലെവലിലേക്ക് എത്തിയിട്ടില്ലേ? ഇല്ല പ്രഭു. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ നമ്മളുടെ അഡ്വാൻസ്മെന്റ്, നമ്മളുടെ പ്രോഗ്രസ്, സ്പിരിച്വലി നമ്മുടെ പ്രോഗ്രസ് ആണെന്ന് ഇത് കാണിക്കുന്നത്. കുലശേഖർ ആൾവാര് ആ തലത്തിലേക്ക് ഉയർന്നൊരു ശുദ്ധ ഭക്തനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നമുക്കും പറ്റും. നമ്മളിപ്പോ ഒരു പ്യുവർ ആയിട്ടില്ല. നമ്മളും പ്യുവർ ആവുമ്പോൾ നമ്മൾ ഭക്തിയിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളൂ. പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ് നമ്മൾ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മളും ആ ശുദ്ധ തലത്തിലേക്ക് ഉയരുമ്പോൾ തീർച്ചയായിട്ടും, കാരണം അതിന് ഏതിനപ്പം മുൻതൂക്കം കൊടുക്കുക? നമ്മളുടെ സിറ്റുവേഷൻ അല്ല, നമ്മളുടെ എൻവയറമെന്റ് അല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കുക. ഇപ്പൊ നമുക്ക് എന്താ? നല്ല വീട് വേണം, നല്ല ബന്ധുക്കൾ വേണം, ഓക്കെ, നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം. അതായത് ധർമ്മ അർത്ഥ കാമ മോക്ഷ, ഇതാണ് നമ്മളെ ആഗ്രഹം. പക്ഷെ നമ്മള് ശുദ്ധീകരിക്കപ്പെടുമ്പോ തീർച്ചയായിട്ടും ഈ തലത്തിലേക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ആ തലത്തിലേക്ക് എത്താം. എല്ലാവർക്കും, കുലശേഖർ ആൾവാർക്ക് മാത്രമല്ല. പക്ഷെ നമ്മളും ആ തലത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കണം. സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ഒരു മാർഗമുള്ളൂ ഈ കലികാലത്തില്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അപ്പൊ ഈ നാമജപത്തിലൂടെ മാത്രമാണ് നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കുള്ളൂ. നമ്മളുടെ എത്രയോ ജന്മാന്തരമായിട്ട് നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഈ അനർത്ഥങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പോകുന്നുണ്ട്, ഇംപ്രഷൻസിൽ. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത് കൂട്ടിയാൽ ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അതിന്റെ ഇംപ്രഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുണ്ട്, ഇനി വരാൻ പോകുന്ന ഒരുപാട് പ്ലാൻസ്, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ, ഓക്കെ, നമ്മൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഫ്യൂച്ചർ പ്ലാൻസ് ഇല്ലേ? നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യില്ലേ? നമ്മൾ ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, മുഴുവൻ ചെലവാക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ആവശ്യത്തിന് മാത്രം എടുത്ത് ചെലവാക്കുന്നു, ബാക്കി നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിന് വേണ്ടിയിട്ട്. കുട്ടികളുടെ എന്താ പറയുക, പഠിത്തമുണ്ട്, അവരുടെ കല്യാണം ഉണ്ട്, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം, അവർക്ക് കാർ കൊടുക്കണം,
അത് വേണം ഇത് വേണം, അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാറുണ്ട് നമ്മൾ അല്ലേ? എല്ലാവരും ചെറിയൊരു പ്ലാൻ ചെയ്യും. ഒരു ഇത്ര ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇന്നത് ചെയ്യണം, കുറച്ച് മെച്ചം വെക്കണം, പിന്നെ ഫ്യൂച്ചറിൽ ഈ ചിലവൊക്കെ ഉണ്ട്, അപ്പൊ അതിനുവേണ്ടി മെച്ചം വെക്കണം, നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ? പക്ഷെ ഈ പ്ലാൻ ഒന്നും ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ നമ്മളുടെ എത്രയോ ജന്മാന്തരമായിട്ട് അവിടെ ഇംപ്രഷൻ ആയിട്ടുണ്ട്. കഴിഞ്ഞു പോയതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്ന പ്ലാൻസും ഇതെല്ലാം കർമ്മങ്ങളാണ്, ഇതെല്ലാം കൽമശങ്ങളാണ്, ഇതെല്ലാം അനർത്ഥങ്ങളാണ്. ഇതിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു ശുദ്ധ ഭക്തന്റെ തലത്തിലേക്ക് ഉയരുള്ളൂ. അപ്പൊ ഇതിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ എന്ന് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മള് ഇപ്പൊ നാമാപരാധത്തിൽ നിന്ന് നാമാഭാസത്തിലേക്കും നാമാഭാസത്തിൽ നിന്ന് ശുദ്ധനാമത്തിലേക്കും പോകും. ആ ശുദ്ധനാമത്തിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഈ കൽമശങ്ങളെല്ലാം പോകുന്നത്. അപ്പോ നാമം വെറുതെ മെക്കാനിക്കലായിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാര്യമുണ്ട്, നാമത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഗുണം കിട്ടും. പക്ഷെ ശരിക്കും നമുക്ക് ഒരു നല്ലൊരു പ്രോഗ്രസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്യുവറായിട്ടുള്ള നാമം ജപിക്കണം, അപരാധങ്ങളില്ലാണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു ഫാസ്റ്റ് ട്രാക്കിൽ പോകാൻ പറ്റൂ. ഫാസ്റ്റ് ട്രാക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 200 സ്റ്റോറി ഒരു ബിൽഡിംഗ് ആണ്, 200 നിലയിലുള്ള ഒരു ബിൽഡിങ്ങില് നമുക്ക് 200ാമത്തെ നിലയിലാണ് നമ്മുടെ വീട് വെച്ചാൽ ഓക്കെ, സ്റ്റെയർ കേസ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. ഏതാ നമ്മൾ എടുക്കുക? ലിഫ്റ്റ് അല്ലേ? കാണിച്ചാൽ പെട്ടെന്ന് എത്തും. അപ്പൊ അതേപോലെ നമ്മൾ ഈ ജന്മത്തിലും എത്താൻ പറ്റും ഭഗവാന്റെ അടുത്ത്, കുറെ ജന്മങ്ങൾ കഴിഞ്ഞിട്ടും എത്താൻ പറ്റും. അപ്പൊ നമ്മളുടെ പ്യൂരിഫിക്കേഷന്റെ ആ ഇതനുസരിച്ചിരിക്കും. അപ്പൊ എത്രത്തോളം പെട്ടെന്ന് നമ്മളുടെ കൽമശങ്ങളെല്ലാം മാറ്റിയിട്ട് അനർത്ഥങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ആ സ്റ്റേജിൽ എത്താൻ പറ്റും, അത്രത്തോളം പെട്ടെന്ന് ഭഗവാന്റെ അടുത്തും എത്താൻ പറ്റും. So to him heaven and hell are on equal value. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം നരകമായാലും ശരി സ്വർഗമായാലും ശരി ഒന്നാണ്. He is not afraid of going to hell for the service of the Lord, nor is he glad to live in heaven without the service of the Lord. അപ്പൊ അവര് കാണുന്നത് എവിടെയും കുഴപ്പമില്ല, സേവനം മുടക്കാൻ പാടില്ല, ഭഗവാന്റെ സേവനം എപ്പോഴും എനിക്ക് അവൈലബിൾ ആയിരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. In any circumstance, his consciousness is fixed on the Lord's lotus feet, whose beauty defies the most beautiful lotus flower of the mundane world. അപ്പോൾ ഭഗവാന്റെ ഭംഗി ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസിനേക്കാളും എത്രയും കൂടുതലാണ്, ഡിഫൈസ് എന്നാണ് പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് ശുദ്ധഭക്തനായിട്ടുള്ള കുലശേഖർ ആൾവാർ സ്വയം ഇത് ക്ലെയിം ചെയ്യുന്നില്ല കേട്ടോ, ഞാനൊരു ശുദ്ധഭക്തനാണെന്ന്. ഒരു ശുദ്ധഭക്തൻ ഒരിക്കലും പറയില്ല ഞാൻ ശുദ്ധഭക്തനാണെന്ന്. ഒരു ശുദ്ധഭക്തന്റെ തലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹ്യൂമിലിറ്റി ആയിരിക്കും. ഞാൻ ഏറ്റവും നിലം പതിച്ചവനാണ്, പതീതാണ് എന്നാ പറയുള്ളൂ. അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയില്ല, ഒരു ഭംഗി വാക്കല്ല, അതാണ് അവരുടെ തലം. നമ്മൾ പറയുന്നില്ലേ നിറകുടം തുളുമ്പില്ല, അതേപോലെയാണ് ഒരു ശുദ്ധഭക്തൻ. ഒരിക്കലും പറയില്ല ഞാൻ എല്ലാം തികഞ്ഞാണ്, ഞാൻ ശുദ്ധഭക്തനാണ്, എന്നെ പോലെ ഒരു ഭക്തൻ ഇവിടെ എവിടെയും കാണില്ല, പറയോ അങ്ങനെ? അതാണ് അവരുടെ തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുനാം അമാനീന മാനദേന കീർത്തനീയ സദാരി. അപ്പൊ അവരങ്ങനെ തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുന, വളരെ ഹംബിൾ ആയിരിക്കും, ഹ്യൂമിലിറ്റി ആൻഡ് പേഴ്സണിഫൈഡ് ആയിരിക്കും, ആൻഡ് വെരി ടോളറന്റ് like a tree and very humble like a blade of grass. അതാണ് ശരിക്കുള്ള വിനയത്വം, ശരിക്കുള്ള ഒരു ഭക്തന്റെ ആ ഒരു സിംറ്റംസ് പറഞ്ഞാൽ. പക്ഷെ നമ്മളെപ്പോലുള്ള അതായത് എന്തൊരു ചൊല്ലുണ്ട്, അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്കും കുട പിടിക്കും. അതേപോലെ നമ്മളുടെ കാര്യം, കാരണം നമുക്ക് കുറച്ചും കിട്ടുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ ആയി എന്നുള്ള വിചാരമാണ്. നമ്മൾക്ക് നമ്മളുടെ
അറിവ് നമ്മുടെ ഭക്തിയെല്ലാം കൂടുന്തോറും നമ്മുടെ ഹ്യൂമിലിറ്റി കൂടിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പൊ മിക്ക ആൾക്കാരുടെയും എന്താണ്, ഭക്തി കൂടുമ്പോൾ ഞാൻ നല്ലൊരു ഭക്തനാണ്, എനിക്ക് കുറെ അറിയാം, ഞാനാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വന്നാൽ അതൊക്കെ എന്താണ്, അത് ഭക്തിയെ നശിപ്പിക്കുകയും ചെയ്തു അല്ലെ. ഭക്തിക്ക് പ്രോഗ്രസ് ആയിട്ട് മാറില്ല. അപ്പൊ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ക്വാളിറ്റീസുമാണ്. ഹ്യൂമിലിറ്റി, ടോളറൻസ്, പേഷ്യൻസ്, കമ്പാഷൻ, ഇതെല്ലാം ഭക്തന്മാരുടെ ആഭൂഷണങ്ങളാണ്. നമുക്കും ഇത് ആ തലത്തിലേക്ക് വളരാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ എല്ലാ ശുദ്ധ ഭക്തന്മാരുടെ ആ കാൽപ്പാട് തുടർന്നിട്ട് നമ്മൾ പോകണം. ഫോളോയിങ് ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് സച്ച് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. അവരെ പിന്തുടർന്ന് പോകണം. അങ്ങനെ അവരെ റോൾ മോഡലാക്കിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് സാധിക്കും. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ, ഞാൻ തന്നെയാണ് അല്ലെ. ഇപ്പോൾ ഇവിടെ ഇന്നത്തെ കാലത്തൊക്കെ എന്താ അറിയാം, ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ. അല്ലെ, പല ആൾക്കാരും ആർക്കും ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ആം സെൽഫ് മെയ്ഡ് മാസ്റ്റർ. ഒരാൾക്കും സെർവന്റ് എന്നുള്ള പദം ഇഷ്ടപ്പെടുന്നില്ല. സേവകനല്ല, ഞാൻ മാസ്റ്ററാണ്. എല്ലാവരും മാസ്റ്ററാണ്. ഹിരണ്യകശിപുവും അതന്നെ വിചാരിച്ചിരുന്നു അല്ലേ. ഐ ആം ദ മാസ്റ്റർ, വേറെ ആരും മാസ്റ്റർ അല്ല, എന്നെ മാത്രം സേവിക്കണം, എന്നെ മാത്രം പ്രാർത്ഥിക്കണം, വേറെ വിഷ്ണു ഒന്നുമില്ല, ഞാനാണ് അധിപൻ, അങ്ങനെ വിചാരിച്ചിരുന്നാണ്. അപ്പൊ നമ്മളൊക്കെ ചെറിയ തോതിലെ ഹിരണ്യകശിപുക്കളാണ്. ചെറിയ വെരി വെരി മിനി സ്കെയിലിൽ. കാരണം വെച്ചാൽ എല്ലാവരും എന്നെ ആദരിക്കണം, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, എന്നെ അഡോർ ചെയ്യണം എന്നുള്ള വിചാരത്തിലാണ് അല്ലേ. പക്ഷെ അതിന്നൊക്കെ മാറിയിട്ട് ഞാൻ ആരുമല്ല, ഞാൻ ഭഗവാന്റെ സേവകനാണ്, എൻ്റെതായിട്ടുള്ള ഒന്നുമില്ല, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. ഓക്കെ, പിന്നെ എന്തിനാണ് ഞാൻ ഈ അഹങ്കരിക്കുന്നത്? ഇത് എൻ്റെതാണ് പറഞ്ഞിട്ട്. ഞാൻ മിനിസ്റ്ററാണ്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നിമിഷം കൊണ്ട് ഭഗവാൻ ഇല്ലാതാക്കും. എത്ര തന്നെ വലിയ കാര്യമാണ്. പൂന്താനം അതല്ലേ പറയുന്നത്. അതായത് എന്താണ് പറയുന്നത്, ഭാണ്ഡം ആരുടെ, ധനികരുടെ മാളികപ്പുറത്തെറിയ അങ്ങനെയാണ്. അപ്പോ നമ്മളും ഭാണ്ഡം അങ്ങനെ തോളിലേറ്റേണ്ടി വരും. എത്ര വലിയ ആളായാലും ശരി, അത് ആ പൊസിഷന് ഒരു നിമിഷം കൊണ്ട് നമ്മളെ താഴത്തേക്ക് ഇറക്കി വിടും. അപ്പൊ നമുക്ക് ആ ഒരു ഹ്യൂമിലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ അങ്ങനത്തെ ആൾക്കാരായിട്ട്, അങ്ങനത്തെ ശുദ്ധ ഭക്തന്മാരായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, when we follow in their footsteps, സതോ വൃത്തി, നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, ഉത്സാഹ നിശ്ചയ കർമ്മ പ്രവർത്തനാത് സംഗത്യാഗോ സതോ വൃത്തി, ഫോളോയിങ് ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ഗ്രേറ്റ് ആചാര്യാസ്. സത് മീൻസ് എന്താണ്? ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, ശുദ്ധ ഭക്തന്മാർ. അപ്പൊ നമ്മൾ അവരുടെ ആ ഫുഡ് സ്റ്റെപ്സിൽ ഫോളോ ചെയ്യണം. മഹാജനോ ഏന ഗതാസ പന്ഥ, മഹാജനങ്ങളുടെ പന്ഥാവിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പൊ അവരെ റോൾ മോഡലാക്കിയിട്ട്, അപ്പൊ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്കും അവരുടെ ക്വാളിറ്റീസ് ഇംബൈബ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ നമുക്കും പ്രോഗ്രസ് വരും. അത്രേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ അഹങ്കരിച്ച് എനിക്കെല്ലാം അറിയാം, ഞാനൊരു ശുദ്ധ ഭക്തനാണ്, അവരെല്ലാം താഴ്ന്ന അങ്ങനെ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. So the defiance is due to the transcendental position of the Lord's form, name, qualities, pastimes, and so on. Okay. Apo enana the defiance is due to the transcendental position of the Lord's form, name, form, qualities, pastimes, and ഭഗവാന്റെ രൂപം, ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഗുണങ്ങള്, ഭഗവാന്റെ ലീലകള്, ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടത്. So the Shruti mantras declare that although the Lord has no hands, he can accept anything we offer him with devotion. Although he has no feet, he can travel anywhere. And although he has no mundane eyes,
he can see anywhere and everywhere without hindrance. അപ്പോ നമ്മൾ ഈശോപനിഷത്തിൽ ഒരു വേഴ്സ് ഉണ്ട്, ഭഗവാന് കാലുകളില്ല എന്നാലും എവിടെ വേണമെങ്കിൽ വിത്തിൻ നോ ടൈം എത്താൻ പറ്റും. ഭഗവാന് കണ്ണുകളില്ല. ഓക്കെ, അതായത് കണ്ണുകളില്ല എന്നല്ല പറയുന്നത്, ഭഗവാന് ഒരു കാലല്ല, ഒരുപാട് കാലുകളാണ്, ഒരുപാട് കണ്ണുകളാണ്, ഒരുപാട് ചെവികളാണ്. അതുകൊണ്ട് ഏത് സമയം എത്ര ഇതിലും എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ശ്രുതി മന്ത്രാസ് ഡിക്ലെയർ ദാറ്റ് although the Lord has no hands he can accept. അതായത് ബ്രഹ്മത്തിനെ പറ്റി എവിടെ പറയുന്നത്? ഈശോപനിഷത്തിൽ പറയുന്നത് ഭഗവാൻ ഒരുപാട് അംഗങ്ങളുണ്ട്, അതുകൊണ്ട് ഏത് സമയത്തും എന്തും സ്വീകരിക്കാൻ പറ്റും, എന്തും കാണാൻ പറ്റും. ഇവിടെ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത ആ ഒരു ബ്രഹ്മൻ, ആ ഭഗവാന് എന്താണ് കാലും കൈയൊന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെയാണ് മായാവാദ ഫിലോസഫിയിൽ പറയുന്നത്. അവർക്ക് നോ ഹാൻഡ്സ് ഹി ക്യാൻ അക്സെപ്റ്റ്, എന്നാലും എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എനിത്തിങ് വി ഓഫർ ഹിം വിത്ത് ഡിവോഷൻ although he has no feet. ബ്രഹ്മന് ആകാരമില്ല, അതുകൊണ്ട് അവയവങ്ങളുമില്ല, ഇതുമില്ല, പാർട്സും ഇല്ല. He can travel anywhere and although he has no mundane eyes he can see anywhere and everywhere without hindrance. ഭഗവാൻ പൂർണ്ണമാണ് എന്നുള്ള ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഭഗവാന്റെ ബ്രഹ്മൻ എന്നുള്ള ആ ഒരു ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. സർവം കൽവിതം ബ്രഹ്മൻ എന്നാണ് പറയുന്നത്. So the Brahma Samhita describes each of his senses are omnipotent. Omnipotent എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാന് കണ്ണുകൾ കൊണ്ട് ഭക്ഷിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും അല്ലേ പ്രഭു? അതെ, അതായത് അത്രയും പൊട്ടൻസി ഉള്ളതാണ്. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ്. ഓംനി പ്രസൻസ് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞേക്കുന്നു. ഓംനിസിയൻ പറഞ്ഞാൽ എല്ലാ അറിയുന്നതാണ്, നോളജ്. സോ omnipotent, omniscience, omnipresent. So the mundane, എന്താണ് പ്രഭു, എന്തുകൊണ്ട് ഇതിലിങ്ങനെ ഭഗവാന് കൈകളില്ല എന്നുള്ളത് അങ്ങനെ എന്താ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പ്രഭു? അത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്താണല്ലോ. അപ്പൊ കുലശേഖര ആൾവാർ അതാണോ ഫോളോ ചെയ്തിരുന്നേ? അല്ലല്ല, ഇത് പ്രഭുപാദ പറയുന്ന കാര്യമാണ് പർപ്പോട്ടില്. പ്രഭുപാദ പർപ്പോട്ടില് നമുക്ക് ഡീറ്റെയിൽ ആക്കി തരാം എന്തുകൊണ്ടാണ് കുലശേഖര ആൾവാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണ് ഡിഫറൻസ്. അതായത് എന്താ പറയുക, ശ്രുതി മന്ത്രാസ് അതിന്ന് ഒരു ഇത് പറഞ്ഞ ശ്രുതി മന്ത്രത്തിൽ കാണിച്ചാൽ കൂടുതൽ നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളൊക്കെ ഭഗവാന്റെ ബ്രഹ്മൻ ആസ്പെക്ടിനാണ് കൂടുതൽ വർണ്ണിക്കുന്നത്. അപ്പൊ അതാണ് ശ്രുതി മന്ത്രാസ് നമ്മൾ പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങള് അല്ലെ? ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. അപ്പൊ വേദങ്ങളെ ഉപനിഷത്തെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഭഗവാന്റെ ബ്രഹ്മൻ ആസ്പെക്ടിന്. എസ്പെഷ്യലി അത് ആദിശങ്കരാചാര്യരുടെ കമന്ററി കാണിച്ചാൽ, ആദിശങ്കരാചാര്യരുടെ ഒരു ഇംപേഴ്സണൽ വ്യൂ പോയിന്റ് ഉള്ള ആചാര്യനായിരുന്നു അല്ലെ. അപ്പോ അദ്ദേഹത്തിന്റെ കമന്ററിയും കൂടുതൽ ആ സൈഡിലോട്ടാണ്, ബ്രഹ്മൻ ആസ്പെക്ടിനെ കൂടുതൽ വർണ്ണിച്ചുള്ളതാണ്. നോട്ട് ദ പേഴ്സണൽ ആസ്പെക്ട്, ഇംപേഴ്സണൽ ആസ്പെക്ടിന്. അതാണ് ഇവിടെ പറയുന്ന the mundane eye can see. Declare that although the Lord has no hands, he can accept anything we offer him with devotion. എന്താണ് അത്? ബ്രഹ്മൻ, അതായത് ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ ആസ്പെക്ട്. ആ ബ്രഹ്മന്റെ ആസ്പെക്ടിന് കയ്യും കാലങ്ങളൊന്നുമില്ല, നിരാകാരമാണ്, നിർവിശേഷം, നിർഗുണം. അതാണ് ഇവിടെ പറയുന്നത്. So അതാണ് Brahma Samhita describes each of his senses as omnipotent. The mundane eye can see but not hear, but his eyes can see, hear, eat, generate, offspring and so on. അപ്പോൾ ഒരു കമ്പാരിസൺ, അങ്കാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. അപ്പോ ആ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളും നമ്മളുടെ ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇവിടെ പറയുന്നത്. എന്താണ്? മണ്ടൈൻ ആയി. അപ്പൊ നമ്മുടെ മണ്ടൈൻ ഐസ് ആണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അതുകൊണ്ട് ഭക്ഷിക്കാൻ പറ്റില്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമുക്ക് രുചിക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് സ്പർശനം അതിന്റെ ഇതില്ല, വാസിക്കാൻ പറ്റില്ല. പറ്റുമോ?
പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഭഗവാന്റെ ബട്ട് ഹിസ് ഐസ് ക്യാൻ സീ, ഹിയർ, ഈറ്റ്, ജനറേറ്റ്, ഓഫ്സ്പ്രിംഗ് ആൻഡ് സോ ഓൺ. എല്ലാ കാര്യങ്ങളും എല്ലാ സെൻസസ് കൊണ്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാൻ പൂർണ്ണം എന്ന് പറയുന്നത്. The Shruti mantras say that he impregnates material nature with the seeds of living beings simply by casting his glance at her. നമ്മൾ പറഞ്ഞിട്ട് പല പ്രാവശ്യം ശ്രീമദ് ഭാഗവതത്തിൽ പഠിച്ചാണ്, ഭഗവാൻ അതായത് മഹാവിഷ്ണു, അതായത് കാരണ ഉദകസായ വിഷ്ണു, അതായത് അദ്ദേഹത്തിന്റെ ദിവ്യ ദൃഷ്ടി ആ പ്രധാനത്തില് പതിക്കുമ്പോഴാണ് എല്ലാ ജീവജാലങ്ങളും ഈ ഭൗതിക ലോകത്തിൽ ഇംപ്രഗ്നേറ്റ് ആവുന്നത് അല്ലെ. He impregnates all the living entities in this material world. അതെങ്ങനെ? Through his glance. ഇപ്പൊ നമ്മളുടെ മണ്ടേൺ ലെവലില് ഒരു കുട്ടികളെ ഉൽപ്പാദിക്കണമെങ്കിൽ മെയിൽ ഫീമെയിൽ യൂണിയൻ വേണം. ആ ശാരീരിക ബന്ധത്തിലൂടെ പറ്റുള്ളൂ അല്ലേ. മനുവിന് ശേഷം, അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫീമെയിലും മെയിലും യൂണിയൻ നടന്നാൽ മാത്രമേ അവിടെ സന്താന ഉൽപാദനം ഉണ്ടാവുള്ളൂ. ഇവിടെ ഭഗവാന്റെ ആ ഒരു നോട്ടം കൊണ്ട് തന്നെ, ആ ദൃഷ്ടി പതിപ്പിച്ചപ്പോ തന്നെ എല്ലാ ജീവജാലങ്ങളും 84 lakh സ്പീഷീസ് ഇംപ്രഗ്നന്റ് ആയി ഭൂമിയില്. അതാണ് വ്യത്യാസം. സിംപ്ലി ബൈ കാസ്റ്റിംഗ് ഹിസ് ഗ്ലാൻസ് അറ്റ് ഹെർ. So he does not need any other kind of intercourse with Mother Nature to beget the living beings in her womb and become their father. Simply by casting his glance, the Mother Nature gets impregnated with all the living entities, which is not possible for us. അതാണ് ഭഗവാനും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ടാണ് നേച്ചർ ഈസ് മദർ ആൻഡ് ദി സുപ്രീം ലോർഡ് ഈസ് ഫാദർ ഫോർ us അല്ലെ. നമ്മൾ നേച്ചറിനെ, മദർ നേച്ചറിനെ, ഈ ഭൂമി എന്താ പറയുന്നത്, വി അഡ്രസ് ഹെർ ആസ് ഷീ, ഫെമിനിൻ ജെൻഡർ ആണ്. ഭഗവാൻ എങ്ങനെയാണ്? ഹി അല്ലെ, മാസ്കുലിൻ ജെൻഡർ. അതാണ് വ്യത്യാസം. നമ്മൾ പ്രകൃതിയെ, നമ്മള് ആക്ച്വലി പ്രകൃതിയാണ് നമ്മളെല്ലാവരും പ്രകൃതിയാണ്. നമുക്ക് നമ്മളുടെ ശരീരം അത് സ്ത്രീ ശരീരമായിരിക്കാം, അല്ലെങ്കിൽ പുരുഷന്റെ ശരീരമായിരിക്കാം. ഏത് ശരീരം എടുത്താലും ശരി, നമ്മളെല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ബന്ധം, ആ റിലേഷൻഷിപ്പിൽ നോക്കുമ്പോൾ നമ്മൾ പ്രകൃതിയാണ്, ഫെമിനിൻ ജെൻഡറാണ് എല്ലാവരും. പക്ഷെ എന്താണ്, നമ്മൾ ചില ആൾക്കാർ മെയിൽ ബോഡി, ചില ആൾക്കാർ ഫീമെയിൽ ബോഡി. അപ്പൊ നമ്മൾ പുരുഷൻ, സ്ത്രീ എന്ന് പറയുന്നു. ആ പുരുഷൻ എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ എൻജോയർ എന്നുള്ള ഇതാണ് മെയിനായിട്ട് ഒരർത്ഥം. ആർക്കാണോ ഈ എൻജോയിങ് ടെൻഡൻസി ഉള്ളത് അവർക്ക് പുരുഷ സ്വഭാവം ഉണ്ടെന്ന് പറയും, പുരുഷൻ. അപ്പൊ അത് സ്ത്രീകൾക്കും എൻജോയിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അവരും. യശോദമായി, when she wants to enjoy Krishna's presence, അപ്പൊ അതും ഒരു പുരുഷ സ്വഭാവമായിട്ട് മാറുന്നു. ആരായാലും അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ബോഡിലി കൺസെപ്ഷൻ, ഫീമെയിൽ മെയിൽ. ആർക്ക് എൻജോയ്മെന്റ് വേണോ അതൊരു പുരുഷ സ്വഭാവമായിട്ട് മാറാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സിംപ്ലി ബൈ casting his glance at her, he does not need any other kind of intercourse with Mother Nature to beget the living beings in her womb and become their father. Therefore, any relationship the Lord has with his many devotees, whether fatherhood, sonhood, or any other, is not at all material. ഭഗവാനുമായിട്ടുള്ള നമ്മളുടെ ആ ശരിക്കുള്ള ബന്ധം അത് ഏത് വിധം ശരി, അത് പാരന്റ്ഹുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൺഹുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ലവർ, ബിലവഡ്, ഫ്രണ്ട്ഷിപ്പ്, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, നോട്ട് അറ്റ് ഓൾ മെറ്റീരിയൽ, ഓൺ സ്പിരിച്വൽ പ്ലെയിനിലൊക്കെ. The Lord is pure spirit, and only when the living being is in his pure spiritual state can he have all sorts of relationships. അപ്പോ നമ്മളും ആ നമ്മുടെ സ്പിരിറ്റ് ആണ്. എന്താണ്, ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെല്ലാം സ്പിരിറ്റ് സോളാണ്. പക്ഷെ അതിനെ ആവരണം ചെയ്തിരിക്കുകയാണ് ഒരു ഗ്രോസ് ബോഡി കൊണ്ടും സട്ടിൽ ബോഡി കൊണ്ടും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആ സ്പിരിച്വൽ നേച്ചർ
അത് ശരിക്കും ഇവിടെ എക്സിബിറ്റ് ആവുന്നില്ല അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ആ സ്പിരിച്വൽ പൊസിഷനിലെ സ്പിരിച്വൽ ആ സ്റ്റേറ്റസിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാനായിട്ടുള്ള ആ ശരിക്കുള്ള ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. ഏത് ബന്ധത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഓക്കെ, സണ്ണായിട്ടോ പാരൻസ് ആയിട്ടോ ലവറായിട്ടോ ഫ്രണ്ടായിട്ടോ എന്ത് വേണമെങ്കിലും, സെർവൻ്റ് ആയിട്ടോ. അപ്പോൾ അതാണ് spiritual relation between the Lord and all the spiritual living beings, and thus they simply think in terms of negating material relation. In this way, such philosophers naturally adopt the concept of impersonalism. അപ്പോൾ പ്രഭുപാദ് ഇവിടെ എന്താണ് സ്ഥാപിക്കാൻ പോകുന്നത്? ഇംപേഴ്സണലിസം ആ ഫിലോസഫിയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം നെഗറ്റീവ് റിലേഷൻ കാണിച്ചാൽ ഭഗവാൻ ഇംപേഴ്സൺ ആണ്, രൂപമില്ലാതാണ്. അപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, എല്ലാറ്റിനും നെഗറ്റീവ് ആണ്, അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഫിലോസഫേഴ്സ് എന്താണ്, അവര് മായാവാദ ഫിലോസഫർ ഇംപേഴ്സണൽ ഫിലോസഫിയിൽ പോകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് രൂപമുണ്ട്, ഭഗവാൻ ഒരു പേഴ്സൺ ആണ്, നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മളുടെ ഡ്യൂട്ടി, നമ്മളുടെ കർമ്മ, നമ്മളുടെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ സേവിക്കുക, അത് എവിടെയായാലും. അതാണ് ഭക്തന്മാരുടെ. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് പ്രഭുപാദ ഈ പർപ്പോട്ടിൽ കൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. So by contrast, a pure devotee like King Kulashekara has complete knowledge of both master, matter and spirit. അപ്പൊ അതാണ് താരതമ്യം. ഒരു ഇംപേഴ്സണലിസ്റ്റിന്റെ ആ ഒരു ചിന്താഗതി, ഒരു സ്പിരിച്വലിസ്റ്റിന്റെ ഒരു ചിന്താഗതി, അതാണ് ഇവിടെ ബൈ കോൺട്രാസ്റ്റ്. അതിന് വിപരീതമായിട്ട്, അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ശുദ്ധഭക്തൻ, കുലശേഖർ ആൾവാരെ പോലുള്ളൊരു ശുദ്ധഭക്തൻ, കംപ്ലീറ്റ് നോളേജ് ഓഫ് ബോത്ത് മാറ്റർ ആൻഡ് സ്പിരിറ്റ്. അതായത് ഈ ജഡവസ്തുക്കളെയും അതേപോലെ ദിവ്യമായിട്ടുള്ള തലത്തിനെ പറ്റിയിട്ട് നല്ല ഒരു ഗ്രാഹ്യം അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. മാറ്റർ ആൻഡ് സ്പിരിറ്റ്. He does not say that everything material is false, yet he has nothing to do with anything material from heaven down to hell. അപ്പൊ അദ്ദേഹം ഇത് പറയുന്നില്ല, അതായത് ഭൗതിക തലത്തിലുള്ള എല്ലാം ഫോൾസ് എന്ന് പറയുന്നില്ല, അത് ടെമ്പററി ആണെന്നാണ് പറയുന്നത്. അത് ഫോൾസ് അല്ല, ഇറ്റ് ഈസ് ദയർ. ഈ പ്രപഞ്ചമുണ്ട്, ഈ ഭൗതിക ലോകമുണ്ട്, നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, നമ്മള് ഇംപെർമനന്റ് ആണ്. എന്നാലും അദ്ദേഹത്തിന് അതൊന്നും അദ്ദേഹം പറയുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിലോടുള്ള യാതൊരു കണക്ഷനും അദ്ദേഹത്തിനില്ല എന്നാണ് പറയുന്നത്. From heaven down to hell, he fully understands the statement in the Bhagavad Gita that from the lowest planets up to the Brahma Loka, the highest planet in the universe, there is no spiritual bliss which the living beings hanker for. ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തന അർജുന മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യത. അപ്പൊ ഫ്രം ദ ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റ് ഓഫ് ബ്രഹ്മലോക ടു ദ ലോവർ മോസ്റ്റ് പാതാളം, അവിടെ എല്ലാം പുനരാവർത്തനം, വീണ്ടും വീണ്ടും നമ്മൾ ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എൻ്റെ ആ ധാമിലേക്ക് വരുന്ന ആൾക്കാരെ ഒരിക്കലും തിരിച്ചിവിടെ വരേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മലോക, ദ ഹൈസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ്, ദർ ഇസ് നോ സ്പിരിച്വൽ ബ്ലിസ്. ഇവിടെ ആനന്ദമില്ല. മൂന്ന് തരത്തിലുള്ള സുഖമാണ് നമുക്കുള്ളത്, സന്തോഷമാണ്, അനങ്ങാനന്ദമാണ്. എന്താണ്? ഒന്ന് ജഡാനന്ദം, രണ്ടാമത്തെ ബ്രഹ്മാനന്ദം, മൂന്നാമത്തെ എന്താണ് അറിയോ? ജഡാനന്ദം, ബ്രഹ്മാനന്ദം, പ്രേമാനന്ദം, പരമാനന്ദം, പ്രേമാനന്ദം. എന്താണ് ജഡാനന്ദം എന്ന് പറഞ്ഞാൽ? എന്താണ് മൂന്ന്? ഭൗതികമായിട്ടുള്ള ആനന്ദം, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന സുഖം അല്ലെ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന സുഖം ഗ്രോസ് ലെവലിലാണ്. ഓക്കെ, നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന സുഖം അതാണ് ജഡം. അത് ജഡം എന്ന് പറഞ്ഞാൽ ഡെഡ് മാറ്റർ. ശരീരം ഡെഡ് മാറ്റർ ആണ്, അതില് ആത്മാവ് ഉള്ളത് കൊണ്ടാണ് അതിന് കോൺഷ്യസ്നസ്. അപ്പൊ ഈ ശരീരം എന്ന് പറഞ്ഞാൽ കയ്യിന്, കാലിന്, നാവിന്, ചെവിക്ക്, ത്വക്കിന്,
കണ്ണിന് ഒക്കെ കിട്ടുന്നില്ലേ, ആ ഒരു ആനന്ദം ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന, പഞ്ചേന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം ജഡമാനന്ദം, ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ഇറ്റ് ഫെയ്ഡ്സ് അവേ ബൈ ദ പാസിംഗ് ഓഫ് ടൈം. അത് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, അതാണ് ജഡാനന്ദം. ബ്രഹ്മാനന്ദം പറഞ്ഞാലോ? യോഗസിദ്ധിയിലൂടെ ഒക്കെ കിട്ടുന്ന ആനന്ദാണോ, ധ്യാനിച്ചൊക്കെ കിട്ടുന്ന ആനന്ദാണോ? ആ ബ്രഹ്മത്തിൽ ചേരുമ്പോഴുള്ള സായുജ്യമുക്തിയൊക്കെ കിട്ടുമ്പോഴുള്ള ആനന്ദം, അതായത് ജ്ഞാനികൾ ആഗ്രഹിക്കുന്നത്, ഇംപേഴ്സണലിസ്റ്റ് ആഗ്രഹിക്കുന്നത്. ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ, അതായത് ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട്ട് യാതൊരു ആക്ടിവിറ്റിയിലും ഏർപ്പെടാതെ ആ ഭഗവാനിൽ ലയിക്കുമ്പോൾ എനിക്ക് യാതൊരു കർമ്മഫലം കിട്ടാണ്ട് ശാന്തി, സമാധാനം, കുറച്ചൊരു സന്തോഷം കിട്ടും. വൈകുണ്ഠത്തിലെത്തുന്ന സന്തോഷം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ വൈകുണ്ഠത്തിലെത്തിയിട്ട് ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെയാണ്. ഇത് ബ്രഹ്മാനന്ദം, അതായത് ഭൗതിക ലോകത്തിലെ യാതൊരു ഫ്രസ്ട്രേഷൻസും ഇല്ല ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ, സായുജ്യമുക്തിക്ക്. അപ്പൊ അതാണ് എന്താണ് ബ്രഹ്മാനന്ദം. അതിലും ഉപരിയാണ് പ്രേമാനന്ദം, ഭഗവാനെ പ്രേമിക്കുമ്പോൾ കിട്ടുന്നത്, ഭഗവാനെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്നത്, ഭഗവാനായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് ദാസ്യഭാവത്തിലോ സഖ്യഭാവത്തിലോ വാത്സല്യഭാവത്തിലോ മാധുര്യഭാവത്തിലോ നമ്മൾ ഭഗവാനായിട്ട് ഇടപെട്ട് ഭഗവാന്റെ സേവ ചെയ്ത് ജീവിക്കുന്ന ആ വ്യക്തിക്ക് കിട്ടുന്ന ആനന്ദം, അതെന്താണ്? ആനന്ദാമൃതി വർധനമാണ്. അതിനെ ബ്ലിസ് എന്ന് പറയും. മറ്റതൊക്കെ നമ്മൾ ആനന്ദം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പറയുന്നത് മാത്രം. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും, അത് കൂടും കുറയും, അതൊക്കെ ചെയ്യും അല്ലേ. നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ നമുക്ക് നല്ല സന്തോഷം, അത് ദഹിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോയി, സന്തോഷം പോയി അല്ലേ. നല്ലൊരു ലോട്ടറി അടിച്ചാൽ പൈസ ചെലവ് ആക്കി അത് കഴിയുന്നവരെ സന്തോഷം, അത് കഴിഞ്ഞാൽ പോയി, സന്തോഷം പോയി അല്ലേ. ഫിസിക്കലായിട്ട് നമുക്ക് പറയണ്ടേ, മെന്റലായിട്ടുള്ള കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്ട്രോങ്ങർ ഫീലിംഗ് ആണ് ഫിസിക്കൽ സന്തോഷം ആൻഡ് എമോഷണൽ ഓർ മെന്റൽ സന്തോഷം, വിച്ച് ഇസ് മോർ സുപ്പീരിയർ, മോർ സ്ട്രോങ്ങർ ഇൻ എക്സ്പീരിയൻസ്. എന്താണ് മനസ്സിന് കിട്ടുന്ന സന്തോഷല്ലേ പ്രഭു? ക്ലിയർ ആയില്ല മാജി? മെന്റൽ ഹാപ്പിനെസ് ആണോ പ്രഭു? ആ, മെന്റൽ ഹാപ്പിനെസ് ആണ്, അതാണ് കൂടുതൽ സ്ട്രോങ്ങർ ഫീലിംഗ് അല്ലേ. അതിലും സ്ട്രോങ്ങർ ഫീലിംഗ് ആണ് സ്പിരിച്വൽ ബ്ലിസ്. അപ്പൊ അതാണ്. അപ്പോ പരമാനന്ദം അല്ലെങ്കിൽ പ്രേമാനന്ദം, അത് ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം മറ്റു രണ്ടും ആനന്ദം കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മുകളിലാണ്. അത് കമ്പയർ ചെയ്യാനേ പറ്റില്ല, അത്രയും ഒരു ടു എക്സ്ട്രീം എൻഡ് ഓഫ് ദ പോളാണ്, ടു എക്സ്ട്രീംസ് ആണ്. ജഡാനന്ദം, ബ്രഹ്മാനന്ദം, പരമാനന്ദം. പരമാനന്ദാണോ പ്രേമാനന്ദാണോ പ്രഭു? രണ്ടും പറയാം, പ്രേമാനന്ദം പറയാം, പരമാനന്ദം പറയാം. പരമാനന്ദം പ്രേമത്തിലുള്ളതാണ്, പരമാനന്ദം പറഞ്ഞോളൂ. ദാറ്റ് ഇസ് കുറച്ചും കൂടി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. സോ yeah, Brahmaloka, the highest planet in the universe, there is no spiritual bliss. ബ്രഹ്മലോകത്തിൽ നിന്ന് മുതൽ താഴെ പാതാളം വരെ സ്പിരിച്വൽ ബ്ലിസ് ബുദ്ധിമുട്ടാണ്, കിട്ടില്ല. വിച്ച് ദ ലിവിങ് ബീയിങ്സ് ഹാങ്കർ ഫോർ, അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം അതാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. നമുക്കേ അറിയുന്നില്ല എന്താ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഒരു 10 പേരെ ഇന്റർവ്യൂ ചെയ്യാണ്, 10 പേരോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം, 10 അഭിപ്രായം കിട്ടും. 10 അല്ല, ചിലപ്പോ 20 കിട്ടും. ആർക്കും അറിയില്ല എന്താണ് ലക്ഷ്യം, ഈ ജീവിത ലക്ഷ്യം, ജന്മത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്താണ് അതായത് നമുക്കറിയുന്നത് നമ്മളിവിടെ സഫർ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ലോകമാണ്.
അതുകൊണ്ടാണ് നമ്മൾ മരിക്കുക, അയ്യോ എനിക്ക് ജീവൻ കിട്ടണേ. എല്ലാവരും എന്താണ്? ദീർഘായുസ്, എനിക്ക് ഇനിയും ജീവിക്കണം. എത്ര വയസ്സായാലും ശരി മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന അയ്യോ ഇതാണ് സ്ഥലം, ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള സ്ഥലം എന്നുള്ളത്. ഇതാണ് അവർ ഹാങ്കറിങ്. ശരിക്കും എന്താണ് നമ്മുടെ ഹാങ്കർ ചെയ്യേണ്ടത്? ആ സ്പിരിച്വൽ ബ്ലിസിന് വേണ്ടിയിട്ടാണ്. Therefore, the pure devotee, being in full knowledge of spiritual life, simultaneously rejects material relationship and cultivates the spiritual relationship with the Lord. In other words, the spiritual knowledge a devotee possesses not only allows him to reject material existence, but it also provides him with an understanding of the reality of positive, eternal spiritual existence. അപ്പോൾ ബൗദ്ധ തലത്തിലുള്ള ആ സോ കോൾഡ് സുഖങ്ങളെല്ലാം നമ്മൾ ത്യജിച്ച് നമ്മള് ഭഗവാന്റെ ആ റിലേഷൻഷിപ്പിൽ ആനന്ദം കണ്ടെത്തും എന്നാണ് പറയുന്നത്. പോസിറ്റീവ് എറ്റേണൽ സ്പിരിച്വൽ എക്സിസ്റ്റൻസ്. സോ ദിസ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് കിങ് കുലശേഖര എക്സ്പ്രസസ് ഇൻ ദിസ് പ്ലെയിൻ. അപ്പൊ ഇതാണ് കുലശേഖര ആൾവാർ ഈ പ്രാർത്ഥനയുടെ നമ്മളെല്ലാം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. Okay, so next is 7 ആണ്. Next week. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद जय।